ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രുചിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ സാമ്പാർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പ് പരിപ്പാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ടൂർ ദാൽ എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാമ്പാറിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സാമ്പാറിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേന എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പടവലം, മത്തന്, ക്യാരറ്റ്, ഇതെല്ലാം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാമ്പാറിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൊത്തവര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ മാത്രം വന്നാൽ മതിയാകും കേട്ടോ. ഒരു വിസിൽ വരുമ്പം തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും, പരിപ്പും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇത് പ്രഷർ പോക്കിയിട്ടാണ് കുക്കർ തുറക്കേണ്ടത്. താനെ പ്രഷർ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോകും. ഇനി നമ്മൾ കുക്കറിൻ്റെ വിസിൽ വരുന്ന സമയം കൊണ്ട് ഇതുപോലുള്ളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ കുറച്ചധികം എടുക്കുമ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മളിതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ 2 പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നീളത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്നും ഒരുപാട് നമ്മൾ സാമ്പാറിലിടരുത്. ഒരു വെളുത്തുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടിയൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിത് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇതിപ്പോൾ ഇവിടെ ആവശ്യത്തിനായിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ ആവി പോക്കിയിട്ട് വേണം തുറക്കാൻ. പ്രഷർ പോക്കിയിട്ട് തുറക്കുക. പ്രഷർ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ അധികം വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷർ പോക്കിയിട്ട് തുറക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളിയുടെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലെമണിൻ്റെ വലുപ്പത്തിലുള്ള പുളി വേണം. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിലേക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ടിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം.
നമ്മൾ പരിപ്പിൻ്റെ കൂടെ വെജിറ്റബിളൊക്കെ വേവിച്ചെടുക്കുമ്പം വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. വെണ്ടയ്ക്ക നമ്മൾ ആദ്യം ചേർക്കരുത്. വെണ്ടയ്ക്കൊക്കെ നമ്മൾ ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചധികം സമയം സാമ്പാർ ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാറിലേക്ക് വറുത്തൊഴിക്കാനുള്ളത് റെഡിയാക്കിയെടുക്കാം. ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ ഇത് അടപ്പ് വെച്ച് മാറ്റി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. ഇതുപോലെ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം സാമ്പാർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാറിന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിനായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്